നമസ്കാരം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിക്കൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ താഴെയിറക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയോടുള്ള വ്യക്തിവൈരാഗ്യം മുൻനിർത്തിക്കൊണ്ട് ഇന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ.ബി. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ സരിത എന്ന ഒരു സ്ത്രീയെ ഇറക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് അവരെ കൊണ്ട് ജയിലിൽ വച്ച് ഒരു കത്തെഴുതിക്കുകയും ആ കത്തിൽ 5 പേജ് ഗണേഷ് കുമാർ കൂട്ടിച്ചേർക്കുകയായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടിവയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗണേഷ് കുമാർ നൽകിയ ഹർജി കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വലിച്ചു കീറി ദൂരെ എറിഞ്ഞിരിക്കുന്നു. കേസിൽ വാദം തുടരട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ കെ.ബി. ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു. കെ.ബി. ഗണേഷ് കുമാറിന് തിരിച്ചടികളുടെ കാലം തന്നെയാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ.ബി. ഗണേഷ് കുമാറിന്റെ വാളകത്തുള്ള വീട്ടിൽ കെ.ബി. ഗണേഷ് കുമാർ മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് താൻ കണ്ടു. തന്റെ കിടപ്പുമുറിയിൽ ഒരു പരസ്ത്രീയുമായി കെ.ബി. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. തന്റെ സംസ്കാരം അത് പുറത്തു പറയുവാൻ തന്നെ അനുവദിക്കുന്നില്ല. ഏതു രൂപത്തിലായിരുന്നു മന്ത്രിയെയും ആ സ്ത്രീയെയും താൻ അവിടെ കണ്ടത് എന്നുള്ളതാണ് ബിന്ദു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് വെളിപ്പെടുത്തിയത്. അതിന്റെ സമ്പൂർണ്ണ ദൃശ്യങ്ങൾ തന്റെ മൊബൈലിൽ താൻ തെളിവായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുകൂടി ബിന്ദു പറയുമ്പോൾ കെ.ബി. ഗണേഷ് കുമാറിന് അത് വലിയ തിരിച്ചടിയാവുകയായിരുന്നു. പിന്നീട് തനിക്ക് വേണ്ടപ്പെട്ട പലരെയും ഉപയോഗിച്ചുകൊണ്ട് ആ കേസ് കെ.ബി. ഗണേഷ് കുമാർ ഒത്തുതീർപ്പിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞ ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്ന ചില വ്യക്തിപരമായ വൈരാഗ്യങ്ങൾക്ക് പകരം ചോദിക്കുന്നതിന് വേണ്ടി സോളാർ സരിത എന്ന ഒരു സ്ത്രീയെ ഇറക്കി ഉമ്മൻചാണ്ടിക്കെതിരെ നാളിതുവരെ കേൾക്കാത്ത ലൈംഗിക ആരോപണ കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി ഉമ്മൻചാണ്ടിയെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കെ.ബി. ഗണേഷ് കുമാർ കളിച്ച നാടകത്തിനൊടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കെ.ബി. ഗണേഷ് കുമാറിന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ സമ്പൂർണമായ അനുഗ്രഹ ആശംസകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും കാലം കരുതി വെച്ച കാവ്യനീതി എന്നതുപോലെ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞ സദാചാര വിശുദ്ധിയുടെ ആൾരൂപം എന്നൊക്കെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ പോലും വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ, എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകൾ പോലും സദാചാര വിശുദ്ധിയുടെ ആൾരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ലൈംഗിക അരാജകത്വ ആരോപണം കൊണ്ടുവന്ന കെ.ബി. ഗണേഷ് കുമാറിന് കാലം കരുതി വെച്ച ഒരു മറുപടി എന്നോണമാണ്, കാലത്തിന്റെ കാവ്യനീതി എന്നോണമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സോളാർ കേസിൽ കൃത്യമായ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും ഈ കേസ് നീട്ടിവെക്കണമെന്നുള്ള കെ.ബി. ഗണേഷ് കുമാറിന്റെ ഹർജി കോടതി മുഖവിലക്കെടുത്തില്ല. വാദം തുടരുന്നു. സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാദം തുടർന്നുകൊണ്ടിരിക്കുന്നു. കോടതി അത് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ കേസിൽ കെ.ബി. ഗണേഷ് കുമാർ പെടും എന്നുള്ള ഒരു തലത്തിലെത്തിയപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും തന്റെ മണ്ഡലത്തിലെ വോട്ടെടുപ്പിന് ഇത് തനിക്ക് പ്രതികൂലമായി ബാധിക്കും എന്ന് കണ്ടറിഞ്ഞതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് പോയത്. എന്നാൽ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസിന്റെ വാദം നടക്കുന്ന സന്ദർഭത്തിൽ കെ.ബി. ഗണേഷ് കുമാറിന്റെ അന്നത്തെ, അതായത് കെ.ബി. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പേഴ്സണൽ സ്റ്റാഫായിരുന്നപ്പോൾ, കെ.ബി. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ പോലും ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ മൊഴി കൊടുക്കുകയുണ്ടായി, സാക്ഷി പറയുകയുണ്ടായി എന്നുള്ളതും ഈ കേസിൽ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ കെ.ബി. ഗണേഷ് കുമാറിന് ഇപ്പോൾ നല്ല കാലമല്ല. എല്ലാ കുരുക്കുകളും ഒരുമിച്ച് കെ.ബി. ഗണേഷ് കുമാറിന്റെ കഴുത്തിൽ മുരുകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കി എല്ലാ കേസിൽ നിന്നും രക്ഷ നേടി വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാം എന്നുള്ള കെ.ബി. ഗണേഷ് കുമാറിന്റെ മോഹങ്ങൾക്ക്, അഥവാ 3.0 ആവർത്തിച്ച് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന് കൂടെ താനും ഒപ്പം ഉണ്ടാകണം എന്നുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടിയെ വീഴ്ത്തുവാൻ വേണ്ടി കെ.ബി. ഗണേഷ് കുമാർ ഉപയോഗിച്ച സോളാർ കേസ് തന്നെ ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞടിച്ചിരിക്കുന്നു. കെ.ബി. ഗണേഷ് കുമാറിന് കൊടുത്ത ഹർജി
കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു. സോളാർ വാദം കോടതിയിൽ തുടരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൂടുതൽ കോടതി നടപടികൾ നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.